അപ്പോൾ എങ്ങനെയാ തുടങ്ങല്ലേ? അടുത്ത യാത്രയ്ക്കുള്ള സമയമായി മക്കളെ. അപ്പോൾ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഞാൻ. അപ്പോൾ 11-12 മണിയായപ്പോൾ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാനിതാ ഒരുങ്ങിയിരിക്കുമോ. എല്ലാവരും വിളിച്ചുണർത്തിയതൊക്കെ ഞാനായിരുന്നു. പിന്നെ എവിടേക്കെങ്കിലും പോകാമെന്ന് കേട്ടാൽ പിന്നെ എനിക്ക് ഉറക്കം പോയിട്ട് ഒന്നും വരില്ല. അപ്പോഴല്ലേ ഇത്. നമ്മൾ കൊടൈക്കനാൽ പോവാണ് ഗൈസ്. ഇതിനെ കൊണ്ടുപോകുന്നില്ല, അതിനെ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് പോവുക. നമ്മുടെ കൂടെ പോരാനുള്ള ഒരാൾ കൂടെ എത്താറുണ്ട്. അപ്പോൾ ആൾക്കായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ വരും. ഞങ്ങളെ സാധനം തന്നെ വണ്ടി കയറ്റിയപ്പോൾ ഇനി സ്ഥലമില്ല. ഇനി പോകുമ്പോഴല്ല ലോറി എങ്ങനെ വിളിക്കണം. അങ്ങനെ ഇതാ നമ്മുടെ ആളെത്തി കഴിഞ്ഞിരിക്കുന്നു. ഒരാഴ്ചത്തേക്കുള്ള പോക്ക് എങ്ങനെയാണെന്ന് തോന്നുന്നു. കുറേ ലഗേജൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അതെല്ലാം നമ്മൾ വണ്ടിയിൽ വെച്ചു. എങ്ങനെയിപ്പോൾ കുത്തി നിറച്ചു എന്ന് പറയാം. നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങി. പുലർച്ചെ ഒരു 1:15 ആയപ്പോൾ കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അത് വേറെ ഒന്നുമല്ല, പഴനി കയറിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം കുറച്ച് നേരത്തെ എത്താൻ വേണ്ടി നേരത്തെ ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല ഭയഭക്തിയിലുള്ള പാട്ടൊക്കെ ആയിരുന്നു. പിന്നെ പാട്ടിൻ്റെ ടോണൊക്കെ മാറി. ഈ നേരത്തായതുകൊണ്ട് റോഡിന് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. 1-2 ലോറികൾ, അങ്ങനെ കുറഞ്ഞ വണ്ടികൾ മാത്രമേ ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല റോഡും ആയിരുന്നു. ചില സ്ഥലത്ത് മാത്രം വളരെ കുറച്ച് ദൂരത്തിയപ്പം ഡ്രൈവർ അസിസ്റ്റൻ്റായിട്ട് ഞാൻ കയറി. അപ്പോൾ ഏട്ടൻ പുറകിലേക്ക് പോകുന്നു. അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് ഒരുപോലെ കണ്ണടയ്ക്കാതെ ഞങ്ങൾ അവിടെ എത്തി. നമ്മളപ്പം ഫസ്റ്റ് സ്പോട്ടിലെത്തിയിരിക്കുന്നു. ആ കാണുന്നതാണ് പഴനി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. പാർക്കിങ്ങിന് 100 രൂപ ചാർജ്. പിന്നെ ഇങ്ങോട്ടുള്ള എൻട്രി ഒരു 70 രൂപ. അത് മാറ്റി. അമ്പലത്തിലേക്കൊക്കെ വന്നാലേ അപ്പം ഇട്ട കോസ്റ്റ്യൂമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ചുന്ദരിയായി. പിന്നെ ചുറ്റുപാടൊക്കെ നോക്കിയപ്പോൾ മുഴുവൻ ബസ്സായിരുന്നു കേട്ടോ. അവിടെ കുറേ സ്വാമിമാരൊക്കെ ഉണ്ടായിരുന്നു. ദിവസം പോയിട്ട് തന്നെ അത്യാവശ്യം നല്ല നിലൂട്ടനാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ കിളി പോയ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. നമ്മൾ എവിടെയാ നിലൂട്ടാ? 6 മണിയൊക്കെ ആകുമ്പം പഴനിയിലെത്തി. അങ്ങനെ ഇറങ്ങി നടന്നു. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുമ്പോൾ ഇതാ ഒരു മയിലിനൊക്കെ കണ്ടു. അങ്ങനെ നടന്ന് പോയി. അവിടേക്ക് കയറാൻ നമുക്കിപ്പോൾ ഫോണൊന്നും ഉള്ളിൽ കയറ്റാൻ പറ്റില്ല. അപ്പോൾ ഒരു ഫോണിന് 5 രൂപ കൊടുത്തിട്ട് നമ്മളവിടെ ഫോൺ വെക്കണം. അതേപോലെ തന്നെ ചെരുപ്പ് നമ്മൾ താഴെ തന്നെ വെച്ചിട്ടാണ് മേലോട്ട് പോവുക. ഫോൺ വെക്കാതെ ഞാൻ പോയാൽ അവർ ചെക്ക് ചെയ്യുന്നുള്ള കാര്യം 100% ഉറപ്പാണ് കേട്ടോ. അവിടെ പോകുന്നവരൊക്കെ ദിവസം പോയിട്ട് പോലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. മലയ്ക്ക് പോകുന്ന സ്വാമിമാർ തന്നെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നമ്മൾ മലയാളികളെ ഒന്നും കാണാൻ തന്നെ ഇല്ലായിരുന്നു. ഈ തിരക്ക് കണ്ടിട്ട് അവിടെ കയറി തൊഴുന്നില്ല എന്നൊക്കെ വിചാരിച്ചായിരുന്നു. അവിടെ കയറി ഒന്നും ഇങ്ങോട്ട് പോരാന്ന് വിചാരിച്ചു. പക്ഷേ എന്താണെന്നറിയില്ല, ഞങ്ങൾക്ക് കയറാനുള്ള ഭാഗ്യം കൊണ്ടാണെന്നറിയില്ല കയറി. ഞങ്ങൾ തൊഴുതു. ഞങ്ങൾ കയറുന്ന സമയത്ത് പൂജയുടെ സമയമായിരുന്നു. അത് കഴിഞ്ഞ് കയറി തൊഴുതു. കുറേ നേരം അവിടെ നിന്ന് കാണാനൊക്കെ പറ്റി. ഒരു പ്രത്യേക ഭാഗ്യം തന്നെയായിരുന്നു. ഫോൺ അവിടേക്ക് കയറ്റാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ക്ഷീണം താഴെ വന്നിട്ട് അങ്ങ് തീർത്തു. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് പ്രഭാത ഭക്ഷണം കഴിക്കലാണ്. അപ്പോൾ അക്ഷയേട്ടൻ പറഞ്ഞു ഇവിടെ അടുത്ത് തന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്, അത്യാവശ്യം നല്ല ഫുഡാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് നടന്നു. പറഞ്ഞ പോലെ തന്നെ നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. മസാല ദോശയാണ് ഞങ്ങൾ പറഞ്ഞത്. അതിനൊപ്പം തന്നെ ചൂട് വട ഉണ്ടായിരുന്നു. പിന്നെ കൂടെ ചായയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സ്റ്റീൽ ഗ്ലാസ്സിലൊക്കെയാണ് ചായ തന്നത്. മസാല ദോശയ്ക്ക് കൂട്ടാൻ സാമ്പാറും പിന്നെ ചമ്മന്തിയും പിന്നെ ഒരു തക്കാളി ചമ്മന്തി പോലത്തെ ഒരു സാധനം. സാമ്പാറൊന്നും നമ്മുടെ ഇവിടുത്തെ സാമ്പാർ പോലെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ കഴിക്കാൻ അങ്ങനെ നല്ലപോലെ ഇരുന്ന് ആസ്വദിച്ച് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു. നീലൂട്ടൻ്റെ ഇടയ്ക്ക് വേറെ എന്തോ പരിപാടിക്ക് പോയതാണ്. നീലൂട്ടൻ വന്ന പാടെ തോക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അവൾക്ക് പിന്നെ എവിടെ പോയാലുള്ള ശീലമാണത്. കേരളം വിട്ടാൽ പിന്നെ നല്ല ഫുഡൊന്നും കിട്ടില്ല എന്ന് പറയുന്നത് വെറുതെയാണ് കേട്ടോ. നമുക്ക് നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളും ഉണ്ട്. മസാല ദോശയൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒപ്പം കിട്ടിയ വടയും. അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വണ്ടി വെച്ച് അവിടെ നിന്ന് വണ്ടി എടുക്കാൻ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു. അപ്പോൾ അത് വെക്കാൻ വേണ്ടി സ്ഥലം കണ്ടുപിടിച്ച് തന്ന അയാളെ കൊണ്ട് തന്നെ ഞങ്ങൾ ആ വണ്ടി അവിടെ നിന്ന് എടുപ്പിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വിട്ട് ഇനി എവിടെ അടുത്തൊന്നും സ്റ്റോപ്പില്ല കേട്ടോ. ഞങ്ങൾ ഇനി കൊടൈക്കനാൽ എത്തിയിട്ടേ വണ്ടി നിർത്തുള്ളൂ. ഈ കാണുന്നത് പഴനിയുടെ വേറൊരു സൈഡാണ് കേട്ടോ. ശരിക്കും ഇതിൽ പോയാൽ പോരെ അങ്ങെത്താൻ, വെറുതെ എന്തിനാ മുന്നിൽ കൂടെയൊക്കെ പോയി കഷ്ടപ്പെടുന്നത്. ഇനി അവിടുത്തെ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ചുള്ള പോക്കാണ് കേട്ടോ. എന്ത് ഭംഗി അവിടുത്തെ സ്ഥലമൊക്കെ കാണാൻ. കുറേ പുളിമരങ്ങളൊക്കെ 2 സൈഡിലുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ പാട്ടും കേട്ട് പോകുമ്പോഴാണ് ഒരു കാളവണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഇവിടെയൊക്കെ വണ്ടി നിർത്തി ഒന്ന് ഇറങ്ങണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ അങ്ങ് എത്തുമ്പോഴേക്കും ചിലപ്പോൾ രാത്രിയാവും. അതുകൊണ്ട് പിന്നെ എവിടെയും നിർത്താനൊന്നുമില്ല. ഞങ്ങൾ വേഗം പോയി. 2 സൈഡിലും വയലൊക്കെ ആയിട്ട് ഈ കാണുന്നതൊക്കെ പുളിമരമാണ് കേട്ടോ. സ്ഥലത്തെത്തിയില്ലെങ്കിലും ഞങ്ങൾ ബോർഡിൻ്റെ അടുത്ത് എത്തിയിട്ടോ. ബോർഡ് കാണുമ്പോൾ തന്നെ ഒരു സമാധാനം. അപ്പോൾ സ്ഥലം ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. അങ്ങനെ അവിടെ ഇറങ്ങി 1-2 ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വേഗം വിട്ടു. നീലൂട്ടം മുന്നിലിറങ്ങി നിൽക്കുന്നൊക്കെ ഉണ്ട്. വേഗം എത്താനാണെന്ന് തോന്നുന്നു. അവളങ്ങനെ വേഗത്തട്ടെ, നമുക്ക് പയ്യെ പോകാം. ഇതുവരെ എന്നെ ചതിച്ചതാണ് ഗെയ്സ്. ഞാൻ ഉറങ്ങുന്നല്ല കേട്ടോ, സ്വപ്നം കാണുകയാണേ.
ഈ വീഡിയോ ഇതിൽ മിസ്സായി കളഞ്ഞാൽ എൻ്റെ വീഡിയോ കാണൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ഇതാ നമ്മുടെ കൊടൈക്കനാലിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ബോർഡ് എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് 14 വളവുകൾ കയറി കഴിഞ്ഞാൽ കൊടൈക്കനാലിലെത്താം. ഓരോ വളവുകളും ഓരോ തരത്തിലുള്ള കാലാവസ്ഥയായിരുന്നു കേട്ടോ. ഇടയ്ക്ക് മഞ്ഞാണെങ്കിൽ അടുത്തത് നല്ല വെയിലായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ആകെ ഉരുണ്ട് മറിഞ്ഞൊരു കാലാവസ്ഥ. നല്ല അടിപൊളി റോഡും, ഒന്ന് സൈഡിലേക്ക് പോയാൽ അതാ കൊക്കെ കിടക്കും എന്ന് പറയുന്ന തരത്തിലായിരുന്നു അവിടുത്തെ റോഡ് കേട്ടോ. സൂക്ഷിച്ചും കണ്ടും പോയില്ലെങ്കിൽ നമ്മൾ താഴെ ഉണ്ടാകും. ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ പോലും ഉള്ള സ്ഥലം ശരിക്കും റോഡുമേൽ ഇല്ല എന്ന് പറയാം. ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങിയ പിന്നെ അത് നിലത്ത് വെച്ചിട്ടില്ല, പിന്നെ അത് വെച്ചിട്ടുള്ള കളിയായിരുന്നു മൊത്തവും. ഞങ്ങൾ ഈ കൊടൈക്കനാൽ ട്രിപ്പ് എന്ന് പറയുന്നത് പെട്ടെന്നുള്ള തീരുമാനമൊന്നും അല്ല കേട്ടോ. ഒരു 10 മാസത്തെ തയ്യാറെടുപ്പാണ് സത്യം പറഞ്ഞാൽ ഈ ട്രിപ്പ്. ഞങ്ങൾ കഴിഞ്ഞ ലാസ്റ്റ് മൂന്നാർ പോയ സമയത്ത് പറഞ്ഞായിരുന്നു അടുത്ത് നമുക്ക് കൊടൈക്കനാൽ പോകാം. എന്താ വെച്ചാൽ നമ്മളാരും അങ്ങനെ കൊടൈക്കനാൽ പോയിട്ടില്ല. അപ്പം കൊടൈക്കനാൽ പോകാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഓക്കെ ആയി വന്നപ്പോഴേക്കും ഒരു 10 മാസം സമയമെടുത്തു. പക്ഷേ എന്തുകൊണ്ടും ഇതൊരു അടിപൊളി ട്രിപ്പായിരിക്കും. എനിക്ക് പിന്നെ ഇവിടെ പോവുകയാണെങ്കിൽ കഴിയുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ചവച്ചുകൊണ്ടിരിക്കണം, എങ്കിലും ഒരു സമാധാനം കിട്ടും. പറയുമ്പോൾ 14 വളവൊക്കെ ഉള്ളൂ, പക്ഷേ നമുക്ക് ഈ ഓരോ വളവും കയറി എടുക്കാൻ നല്ല സമയം എടുത്തിട്ടുണ്ട്. അതും പോരാത്തതിന് അത്രയ്ക്കും അപകടം പിടിച്ച വളവുമായിരുന്നു എല്ലാം. വണ്ടി അത് ഇറങ്ങാനുണ്ട്, അതിന്റെ പണി നോക്കിയിട്ട് ഒരു വർഷം അത് ഓടിയിട്ട് നമുക്ക് ഏൽപ്പിക്കാം. പക്ഷേ മലനിരകളുടെ രാജകുമാരിയാണ് കൊടൈക്കനാൽ എന്ന് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ തണുപ്പ് നമുക്ക് ഒരു യാത്രാക്ഷീണവും ഉണ്ടാകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓരോ വളവ് കഴിയുമ്പോഴും ഓരോ ക്ലൈമറ്റ് ആണെന്ന്. ഇവിടുന്ന് അങ്ങോട്ടൊരു രക്ഷയില്ല, ഫുൾ കോടമഞ്ഞാണ്. ഈ കാണുന്ന പോലെ വീഡിയോയിൽ കാണുന്നോണൊന്നുമില്ല കേട്ടോ, നേരിട്ട് കാണാൻ ഒരു രക്ഷയില്ല. നമുക്ക് ശരിക്കും മുന്നോട്ട് കാണില്ല, അത്രയ്ക്കും കോടമഞ്ഞാണ്. ഇത് ഞാൻ പഴനിയിൽ നിന്ന് വാങ്ങിയ പഞ്ചാമൃതമാണ് കേട്ടോ. ഇപ്പോഴും ഇതിൻ്റെ കാര്യം ഓർമ്മ വന്നു. അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തതാണ്, കഴിക്കാനൊന്നുമല്ല കേട്ടോ. അങ്ങനെ ഈ ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് പോകുമ്പോഴാണ് ഒരു കുതിരേനെ മുന്നിൽ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഒന്ന് സൈഡാക്കി ഇറങ്ങി നോക്കി. പിന്നെ കുതിരേനെ ഒന്നല്ല കണ്ടത്, മുന്നിലൊരു അമ്പലം കണ്ടു. നിങ്ങൾ ആരും കാണുന്നില്ലല്ലോ, ഇതാണ് കേട്ടോ അമ്പലം. ശരിക്കും കോടമഞ്ഞ് മൂടി നിൽക്കുകയായിരുന്നു. അവിടെ ഇറങ്ങി നോക്കിയപ്പോൾ ഇത് കാണുന്നത് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. അങ്ങോട്ട് മേലോട്ട് കയറി പോകാനൊക്കെ പറ്റും, പക്ഷേ ഗേറ്റ് അടച്ചിട്ടതായിരുന്നു. നിലൂട്ടൻ്റെ സ്വെറ്ററൊക്കെ വണ്ടിയുടെ ഡിക്കിയുടെ ഉള്ളിലായിപ്പോയി. പിന്നെ ഒരു ടെർക്കി ഉണ്ടായിരുന്നത് വെച്ച് ഞങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അവൾക്ക് വലിയ കുഴപ്പമില്ലാത്തതിനോട് വേഗം തന്നെ തലേന്നെടുത്ത് കളഞ്ഞിട്ടുണ്ട്. ദേ ഇപ്പം എങ്ങനെ ഇരിക്കണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇല്ലേ, അവൾക്ക് ഈ തണുപ്പൊന്നും ഒരു പ്രശ്നമേ അല്ല. തണുപ്പത്തും ഫാനിട്ട് പുതയ്ക്കാതെ കിടന്നുറങ്ങുന്ന മോളാ, പിന്നെ അവളോടൊക്കെ എന്ത് പറയാനാലേ. അങ്ങനെ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ വണ്ടി കയറി വിട്ടു. ഇനി അടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട്, അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസ് എടുക്കണം, പിന്നെ നേരെ വിടണം റൂമിലേക്ക്. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ ചൂടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ പോന്നു, അവിടെ അധികം നേരം നിൽക്കാനായില്ല. അവിടുത്തെ റൂട്ട് മാപ്പൊക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ പോകുന്നവർക്കൊക്കെ നോക്കിയിട്ടൊക്കെ പോയിക്കോളൂ കേട്ടോ. എനിക്ക് നോക്കിയിട്ടൊന്നും മനസ്സിലായിട്ടില്ല. അവിടെ തൊട്ടടുത്ത് കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അധികം അവിടെ നിന്ന് കഴിഞ്ഞാൽ നിലൂട്ടനെ എല്ലായിടത്തും കയറി മേണ്ടി വരും. ഞങ്ങൾ റൂം എടുത്തേക്കുന്ന കൊടൈക്കനാൽ ടൗണിൽ തന്നെയായിരുന്നു, അതുകൊണ്ട് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ട് വന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, വണ്ടിയൊക്കെ സൈഡാക്കി. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബായ്.